ഈ പേരൻസിന്റെ പൈസ കൊണ്ടല്ലാണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു നിലയിലെത്തിയ ആൾക്കാരെ നോക്കിയിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ ഒക്കെ ഒരു ഭാഗ്യം, അവളുടെ ഒക്കെ ഒരു തലവര. ഇതൊന്നും തലവരെ ഭാഗ്യമല്ല. ഇവര് അതിന്റെ മുമ്പായിട്ട്, അതായത് ഈ സക്സസ്ഫുൾ ആകുന്നതിന്റെ തൊട്ട് മുന്നേ വരെ അവരെടുത്തിട്ടുള്ള ഉറങ്ങാതിരുന്ന രാത്രികളുണ്ടാവും, അവരെടുത്തിട്ടുള്ള കഷ്ടപ്പാട്, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയങ്ങളിൽ പുലർച്ചെ അവരെ എണീറ്റിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവര് മറ്റുള്ളവർ എന്റർടൈൻമെന്റിനും വേണ്ടി നടക്കുന്ന സമയത്ത് അവരവരുടെ സ്വപ്നങ്ങളുടെ പിറകെ നടന്നവരായിരിക്കും. ഇതൊന്നും അറിയാണ്ടാണ് നമ്മൾ പോയിട്ട് അത് അവരുടെ ഭാഗ്യം കൊണ്ട് അവരങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു ഡ്രീം ഉണ്ടായിട്ട് അതിനുവേണ്ടി ഒരു ആക്ഷൻ പോലും എടുക്കാൻ കഴിയാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഭാഗ്യം. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുലർച്ചെ എണീറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഭാഗ്യമല്ല, അത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. ഇറ്റ്സ് ദെയർ കൺസിസ്റ്റൻസി, അവരുടെ ഡിസിപ്ലിൻ ആണ്. അത് നമ്മളുടെ ലൈഫിൽ ഫോളോ ചെയ്യാന്നല്ലാണ്ട് അത് അവരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്കിത് എക്സ്ക്യൂസസ് പറയാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ കൈയടിച്ചു കൊടുക്കാനുള്ള സമയം മാത്രമേ കാണുള്ളൂ. സോ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്.